കൊട്ടിയൂർ പന്നിയാമലയിൽ കാട്ടാനയുടെ സംഹാര താണ്ഡവം. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. പന്നിയാമലയിലെ താനിയാനിക്കൽ ദിവാകരൻ പിള്ള, കുമാരപ്പള്ളി തങ്കച്ചൻ എന്നിവരുടെ തെങ്ങ്, വാഴ, കപ്പ എന്നിവ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു. പുലർച്ചെയോടെ ഇറങ്ങിയ കാട്ടാന വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് കാട്ടിലേക്ക് തിരികെ പോയത്. ദിവാകരൻ പിള്ളയുടെ 2 ആൾ പൊക്കത്തിലുള്ള മതിൽ ചവിട്ടി തകർത്ത കാട്ടാന വനാതിർത്തിയിൽ സ്ഥാപിച്ച പ്രതിരോധി വേലി നശിപ്പിച്ചാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. സംഭവം വനപാലകരെ അറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. വാഴയും മറ്റ് കൃഷി നാശങ്ങളൊക്കെ വരുത്തി. ഒരുപാട് കൃഷിനാശങ്ങൾ, വാഴയടക്കം 2-3 തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. അരിയിൽ ഒരുപാട് കൃഷിനാശം വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ. ഇന്ന് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിക്കുമ്പം അവർ പറയുന്നത് അവരുടെ സ്റ്റാഫുകളാരും അവർക്കില്ല, അവിടെ വരാൻ സമയമില്ല. അവർ ആനയുടെ സർവേ ആയിട്ട് പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആളില്ല. ഇതൊന്നും ഒരു കർഷകനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുണ്ടോ, അവർ സർവേക്ക് പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളില്ല. കാരണം കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ്റെ വിളകൾക്കും അവൻ്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഉത്തരവാദിത്വം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെയുള്ള കർഷകരോട് പെരുമാറുന്നത്. ഫെൻസിങ് തറ പറ്റിയിരിക്കുന്നതിനാലും വേണ്ടത്ര പരിപാലനം നിത്യമെന്നോണം ഈ ഫെൻസിങ് ഇല്ലാത്തതിനും കാരണമാവണം ആന ഈ മതിലിടിച്ച് ഇതിലൂടെ കയറാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥർ റെഗുലറായ ചെക്കിംഗ് ഇല്ലാത്തതും മഴ പിടിച്ചപ്പോൾ അതിനോട് ആ ഫെൻസിങ്ങിന് ക്ലിയർ ചെയ്യാത്തതും ഒരു പരിധിവരെ ഇതിനകത്ത് ഇതിലൂടെ കയറാനുള്ള അവസരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫെൻസിങ് എല്ലാം നന്നാക്കുകയും കിടങ്ങുകളില്ലാത്തടത്ത് കിടങ്ങുകൾ സൃഷ്ടിക്കുകയോ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കൃഷിനാശങ്ങൾ സംഭവിക്കാനുള്ളൂ. അടിയന്തരമായി കാട്ടാനയെ പ്രതിരോധിക്കാൻ വനപാലകർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി കർഷകർ മുന്നോട്ട് വരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഹൈ വിഷൻ ന്യൂസ്, കേളകം.